ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെ. മറിയം റഷീദയ്ക്കെതിരെ വഞ്ചൂർ സ്റ്റേഷനിൽ തെളിവുകളില്ലാതെ കേസെടുപ്പിച്ചു. കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും CBI കുറ്റപത്രത്തിൽ. സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം ചിലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ. ചാൻസലർക്കെതിരെ കേസ് നടത്താൻ ചിലവഴിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം. കേസ് നടത്താൻ BC മാർ ചിലവഴിച്ചത് 1.13 കോടി രൂപ. PSC കോഴ ആരോപണത്തിൽ CPIM-ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പരാതി നൽകേണ്ട ആവശ്യമില്ല. തെറ്റായ പ്രവണത കണ്ടാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് ആവർത്തിച്ച് P മോഹനൻ. സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ദാനമല്ല അവകാശം. ക്രിമിനൽ ചട്ടപ്രകാരം എല്ലാ സ്ത്രീകൾക്കും ജീവനാംശത്തിന് അവകാശമുണ്ടെന്നും കോടതി. ഭാര്യയ്ക്ക് ജീവനാംശത്തിന് അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള തെലങ്കാന സ്വദേശിയുടെ ഹർജി തള്ളി. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞു KK രമ. അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ്? മുഖം നോക്കാതെ നടപടിയെടുത്തെന്ന് മന്ത്രി വീണ ജോർജ്. ബ്രിജ്ഭൂഷണെതിരെ കേന്ദ്രമെടുത്ത നിലപാടല്ല KCയുടെ കോച്ചിനെതിരെ സർക്കാർ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. സർ, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സഭ വിട്ട് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ കാലാനുസൃതമായി സർക്കാർ വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിൽ കേന്ദ്രത്തിനും വിമർശനം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കാനഡയെ തകർത്ത അർജന്റീന ഫൈനലിൽ. ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. യൂറോ കപ്പിൽ ഫ്രാൻസിനെ 1-2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ ഫൈനലിൽ. യൂറോ കപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ.